സ്പാർക്കിലെ വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം ഭരണഘടനാപരമെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. മതിയായ തെളിവുകൾ ഇല്ലാതെയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരച്ചോർച്ചയ്ക്ക് സാങ്കേതിക തെളിവുകളോ രേഖകളുടെ പിൻബലമോ ഇല്ലെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചു. ശ്യാം ദേവരാജുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ്. ഈ സർക്കാർ ഹൈക്കോടതിയിൽ എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ പറയുന്നത്? വിവരങ്ങൾ ചോർന്നിട്ടില്ല എന്ന് എങ്ങനെയാണ് സാധൂകരിക്കുന്നത്? സ്പാർക്കിലെ വിവരങ്ങൾ ചോർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തി ജീവനക്കാർക്ക് സന്ദേശങ്ങൾ അയച്ചു. ഇത് സ്വകാര്യതയുടെ ലംഘനമാണ് എന്നാരോപിച്ച് നൽകിയ ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർന്നിട്ടില്ല എന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ അറിയിക്കുന്നത്. വിവരങ്ങൾ ചോർന്നിട്ടുണ്ടാകാമെന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി. മതിയായ തെളിവുകളില്ലാതെയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരച്ചോർച്ചയ്ക്ക് സാങ്കേതിക തെളിവുകളോ രേഖകളുടെ പിൻബലമോ ഇല്ല. ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം ഭരണഘടനാപരമാണ്. ബജറ്റിലെ ഉറപ്പ് നടപ്പാക്കിയെന്ന വിവരം അറിയിക്കുക മാത്രമാണ് ചെയ്തത്. അയച്ച സന്ദേശങ്ങൾക്ക് രാഷ്ട്രീയ സ്വഭാവമില്ല എന്നുമാണ് സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരിക്കുന്നത്. രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ആണ് എന്ന ആക്ഷേപം ഹർജിക്കാരുടെ അനുമാനം മാത്രമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേരിലുള്ള സന്ദേശം അയച്ചത്. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലില്ലാത്ത സമയത്താണ് സന്ദേശം. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തി സ്വകാര്യത ലംഘിച്ചിട്ടില്ല എന്ന കാര്യവും കൂടി സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി വിവരങ്ങൾ ശേഖരിച്ചെന്ന വാദം വസ്തുതാ വിരുദ്ധമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാർക്ക് സന്ദേശം അയച്ചത് ഭരണ നിർവഹണത്തിന്റെ ഭാഗമാണ്. സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന സേവന പ്രയോജനം ജീവനക്കാരെന്ന നിലയിൽ അവരെ അറിയിക്കുകയാണ് ചെയ്തത്. ഹർജിക്കാരുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടില്ല. സർക്കാരിന്റെ മാനവ വിഭവശേഷി വിവരങ്ങൾ ഉൾപ്പെടുന്ന സംരംഭമാണ് സ്പാർക്ക്. ജീവനക്കാർക്ക് ക്ഷാമബത്ത് നൽകുമെന്ന് 2024 ജൂലൈ 10 മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിലെടുത്ത തീരുമാനമാണ് ജീവനക്കാരെ സർക്കാർ വാട്സാപ്പ് സന്ദേശം വഴി അറിയിച്ചത്. വാട്സാപ്പ് സന്ദേശത്തിലൂടെ തീരുമാനം അറിയിച്ചത് ജീവനക്കാരെ പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ്. സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങളെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കുക കൂടിയാണ് ചെയ്തത്. ഇത് സർക്കാരും ജീവനക്കാരും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് എന്നും സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. സർക്കാർ ജീവനക്കാർക്ക് സന്ദേശം അയച്ചത് സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ വഴി തന്നെയാണ് എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലമായി നൽകിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചത് ഈ സന്ദേശങ്ങൾ അയക്കുന്നത് ഇന്ന് വരെ നിർത്തിവെക്കണമെന്ന ഉറപ്പ് നൽകണമെന്നതാണ്. അത്തരമൊരു ഉറപ്പ് നേരത്തെ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. അതിന്റെ കാലാവധി ഇന്നാണ് അവസാനിക്കുന്നത്. ഇന്ന് ഈ ഹർജി പരിഗണനയ്ക്ക് വരുമ്പോൾ ഹൈക്കോടതി വീണ്ടും ആവശ്യപ്പെടുന്നത് ആ ഉറപ്പ് തിങ്കളാഴ്ച വരെ നീട്ടണം. അത് ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ ആ ഉറപ്പ് നൽകുകയും ചെയ്തു. ഈ ഹർജിയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിശദമായ വാദം കേൾക്കുക. ായിരുന്നു പ്രധാനമായും ഹർജിക്കാർ ആരോപിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഈ സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഒപ്പം ഇത് ഒരു അനുമാനം മാത്രമാണ്, അങ്ങനെ ഒരു ഡാറ്റ ചോർച്ചയുണ്ട് എന്നുള്ളത് ഒരു അനുമാനം മാത്രമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. ഇതിൽ ഡേറ്റ ചോർച്ചയില്ല, അങ്ങനെ ഏതെങ്കിലും വിവരങ്ങൾ കൈമാറിയിട്ടില്ല. മാത്രമല്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ അതിന്റെ സ്റ്റേറ്റിന്റെ പൊളിറ്റിക്കൽ ഹെഡാണ്. അങ്ങനെ മുഖ്യമന്ത്രി സ്വന്തം ജീവനക്കാർക്ക് സന്ദേശങ്ങൾ അയക്കുന്നത് ഭരണഘടനാപരമാണ്. അത് മാത്രമല്ല ഭരണ നിർവഹണത്തിന്റെ ഭാഗം കൂടിയാണ്. സർക്കാർ ജീവനക്കാരുടെ ഏതെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയെന്ന ആക്ഷേപം നിലനിൽക്കുന്നതല്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ 2024 ജൂലൈ മാസം 10 മുഖ്യമന്ത്രി ജീവനക്കാർക്ക് ക്ഷാമബത്ത കുടിശ്ശിക അടക്കം നൽകും എന്ന കാര്യം നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. ഈ നിയമസഭയിൽ സർക്കാർ വ്യക്തമാക്കിയതിന്റെ ഉത്തരവാണ് പിന്നീട് പുറത്തു വന്നത്. അക്കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാട്സാപ്പ് സന്ദേശമായി ജീവനക്കാർക്കായി നൽകുകയും ചെയ്തത്. ഇതിൽ നിയമവിരുദ്ധതയില്ല, ഇത് ഭരണനിർവഹണത്തിന്റെ ഭാഗമാണ് എന്ന കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുന്നുണ്ട്. അതായത് ഹർജിക്കാരുടെ വാദങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുകയാണ് സർക്കാർ. ഏതെങ്കിലും രീതിയിലുള്ള വിവര ചോർച്ച അല്ലെങ്കിൽ സ്വകാര്യതയുടെ ലംഘനം ഉണ്ടായിട്ടില്ല. കാരണം ജീവനക്കാരുടെ പേരും ഫോൺ നമ്പറും മാത്രം ശേഖരിക്കുകയും അതുവഴി വിവരങ്ങൾ കൈമാറുകയുമാണ് ചെയ്തത്. അത് സർക്കാർ സ്ഥാപനങ്ങൾ തന്നെയാണ് ചെയ്തത്. ഏതെങ്കിലും മൂന്നാം കക്ഷിയിലേക്ക് ഇതിന്റെ വിവരങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡേറ്റ വിവരങ്ങൾ ചോർന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നതല്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടി അയച്ച സന്ദേശമല്ല. മുഖ്യമന്ത്രി ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ച സന്ദേശമാണ്. അതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഇത് സർക്കാരിന് അത്തരം സന്ദേശങ്ങൾ സ്വന്തം ജീവനക്കാർക്ക് അയക്കാൻ കഴിയുമെന്ന വാദവും കൂടി സർക്കാർ ഉയർത്തുന്നു. അതിന് പറയുന്നത്
ഇത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടെങ്കിൽ സർക്കാർ അത്തരം സന്ദേശങ്ങൾ അയക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരം സന്ദേശങ്ങൾ അയക്കുന്നത് നിയമവിരുദ്ധമായി ഒരുപക്ഷെ കണക്കാക്കാം. പക്ഷേ ഇത് അങ്ങനെ ഏതെങ്കിലും ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടം പോലും നിലവിലില്ലാത്ത കാലത്താണ് അത്തരമൊരു സന്ദേശം അയച്ചത്, ജീവനക്കാരുടെ മൊബൈൽ ഫോണുകളിലേക്ക് സന്ദേശം അയച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നിരവധിയായ ചോദ്യങ്ങൾ ഹൈക്കോടതി സർക്കാരിനോട് ഉന്നയിച്ചിരുന്നു. അത്തരം ചോദ്യങ്ങൾക്കാണ് സർക്കാർ ഏതാണ്ട് വിശദമായ സത്യവാങ്മൂലത്തിലൂടെ മറുപടി നൽകുന്നത്. ഇതിൽ ഹൈക്കോടതി ഇന്ന് സ്വീകരിച്ച നിലപാട് സർക്കാരിന്റെ നിലപാട് കൂടി വിശദമായ വാദം കൂടി കേട്ടതിനു ശേഷം തീരുമാനമെടുക്കാം. ഇതിൽ നിയമവിരുദ്ധത ഇല്ല എങ്കിൽ സന്ദേശങ്ങൾ അയക്കാൻ സർക്കാരിന് കഴിയും, ഈ രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കാൻ സർക്കാരിന് കഴിയുമെന്ന് കൂടിയാണ് ഹൈക്കോടതി പറയുകയും ചെയ്തത്. പക്ഷേ തിങ്കളാഴ്ച വരെ ഈ സന്ദേശങ്ങൾ അയക്കുന്ന നടപടി നിർത്തിവെക്കണമെന്ന നിർദ്ദേശവും കൂടി, അത്തരമൊരു ഉറപ്പ് നൽകണമെന്ന ആവശ്യവും കൂടി ഹൈക്കോടതി ഉന്നയിച്ചു. അക്കാര്യം സർക്കാർ ഇന്ന് ഉറപ്പ് നൽകി. തിങ്കളാഴ്ച എന്തായാലും സംബന്ധിച്ച കൂടുതൽ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് പോകില്ല. ഓക്കെ, നിർണായകമായിട്ടുള്ളതാണ്. സ്പാർക്കിലെ വിവരങ്ങൾ ചോർന്നിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നത്. DA സന്ദേശ വിവാദത്തിലാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. വിവരച്ചോർച്ചയ്ക്ക് സാങ്കേതിക തെളിവുകളോ ഒപ്പം രേഖകളുടെ പിൻബലമോ ഇല്ല എന്നുള്ളതാണ് സത്യവാങ്മൂലത്തിൽ സർക്കാർ പറഞ്ഞു വെക്കുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.